ഗൈസ് വാട്ട് ഐ ഈറ്റിംഗ് എ ഡേ എന്ന് പറയാൻ പറ്റില്ല. ഈവനിങ് വരെ ഞാൻ കഴിച്ചെന്താണെന്ന് നോക്കാം. ഞാൻ രാവിലെ എടുത്തത് നല്ല പൊറോട്ടയും ചിക്കൻ കറിയാണ്. നമ്മളിവിടെ ഇതിന് പത്തിരി എന്നാണ് പറയാറ്. അങ്ങോട്ടൊക്കെ പൊറോട്ട എന്നാണ് കേട്ടോ പറയാറ്. നമ്മളിവിടെ പത്തിരി എന്നാണ് പറയാറ്. നല്ല സോഫ്റ്റ് പത്തിരിയും ചിക്കൻ കറിയായിരുന്നു. ദാനം കിട്ടിയെന്നൊക്കെ പറയാം കേട്ടോ. കാരണം നമ്മുടെ വീടിന്റെ അപ്പുറത്ത് ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ മോളുടെ കല്യാണമായിരുന്നു ഇന്നലെ. അവിടെ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ നമ്മൾ രാവിലെ അതെടുത്ത് ആദ്യം കയറ്റി കഴിച്ചായിരുന്നു കേട്ടോ. ഇഡലി കുട്ടത്ത് വെച്ച് ആദ്യം കയറ്റി പത്തിരി കഴിക്കാൻ കൂടുതൽ ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലഞ്ചിനായിട്ട് എടുത്തത് പപ്പടം, ചിക്കൻ ഫ്രൈ, പരിപ്പ്, ചോറ്. ചിക്കൻ ഫ്രൈ ഉണ്ടായതുകൊണ്ട് തന്നെ വേറെ കറികളൊന്നും ഞാൻ ഉണ്ടാക്കിയില്ല. പരിപ്പും കൂട്ടി അങ്ങ് അടിച്ചു. നല്ല കുറുക്കിയെടുത്ത പരിപ്പായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എരിവ് ഉണ്ടായിരുന്നു ആവശ്യത്തിന്. ചിക്കൻ ഫ്രൈക്ക് നല്ല എരിവ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കുരുമുളക് ഇട്ട് വെച്ച ചിക്കൻ ഫ്രൈ ആയിരുന്നു. പപ്പടം കണ്ടാലും ഞെട്ടണ്ട, ചെറിയ പപ്പടമായിരുന്നു. പപ്പടം പണ്ടേ എൻ്റെ വീക്ക്നെസ് ആണ്. അപ്പോൾ പപ്പടം വീക്ക്നെസ് ആയിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണേ. പിന്നെ ഒരു 5-5:30 എനിക്ക് ഭയങ്കര വിശപ്പായിരുന്നു. അപ്പോൾ എന്താ ചെയ്യുന്ന വെച്ചപ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു. ബീഫ് കുറച്ച് അതിനെ കൊണ്ട് കറി വെച്ചാലും ആർക്കും തികയില്ല, ബിരിയാണി വെച്ചാലും ആർക്കും തികയില്ല. അപ്പം ഞാൻ വിചാരിച്ചു കഫ്ത ഉണ്ടാക്കാന്ന്. അപ്പോൾ കഫ്ത റൈസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. എനിക്കറിയാതെ രീതി ഞാൻ ഉണ്ടാക്കി. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ബസ്മതി റൈസിലാണ് സാധാരണ ഉണ്ടാക്കാറ്. ഇവിടെ ബീറ്റി റൈസ് ഉണ്ടായിരുന്നുള്ളൂ. സോ അതിൽ വെച്ചു. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സോ ഗൈസ്, ഈ കഫ്ത റൈസിന്റെ റെസിപ്പി വേണ്ടവർ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണേ. എൻ്റെ വീഡിയോസ് കാണുന്നവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. വൈ? എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ലൈക്കും കൂടി ജസ്റ്റ് ഒന്ന് ചെയ്തേനെ. ചെയ്തമില്ലാത്തൊരു ഉപകാരമല്ലേ, അങ്ങ് ചെയ്തേക്കുന്നേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. നമ്മൾ തമ്മിൽ നേരിട്ടൊന്ന് പരിചയപ്പെടാം. ബൈ.